എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഹെൽത്തിയായ ഒരു എള്ളുണ്ടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എള്ളുണ്ട തയ്യാറാക്കുന്നതിനായി എപ്പോഴും നാടൻ എള്ള്, ഇതേപോലെ ചെറിയ എള്ളാണ് എപ്പോഴും നല്ലത്. എള്ളിൽ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? കാൽസ്യം, ഇരുമ്പ്, നല്ല കൊഴുപ്പ് എന്നിവയെല്ലാം എള്ളിലുണ്ട്. അപ്പം ഇത് നമ്മൾ നന്നായി ആദ്യം ഒന്ന് ചൂടാക്കുകയാണ്. ചൂടാക്കുന്നതിന് മുമ്പ് ഞാൻ പറയാം, എള്ള് വാങ്ങിയാലുടൻ കഴുകി 2-3 പ്രാവശ്യം കഴുകി അതിൽ അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മളൊരു പേപ്പറിലോ തുണിയിലോ നിരത്തിയിടുക. അപ്പോൾ ഇതേപോലെ ജലാംശം എല്ലാം മാറി വരും. അതിന് ശേഷം വേണം നമുക്കിത് വറക്കുന്നത്. അതുപോലെ എള്ളുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താം, മുടിയുടെ വളർച്ചയ്ക്ക്, ദഹനം സുഗമമാക്കാം എന്നിവയ്ക്കെല്ലാം പറ്റിയതാണ് എള്ള്. ദിവസവും ശരിക്കും പറഞ്ഞാൽ 1 സ്പൂൺ എള്ള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. പിന്നെ ഇതേപോലെ എള്ളുണ്ട ഉണ്ടാക്കുന്നത് പോലെ എള്ള് റൈസും ഉണ്ടാക്കാം. കണ്ടോ, എള്ള് നന്നായി ചുവന്ന് കഴിഞ്ഞു. അതെങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ആണെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ നന്നായിട്ട് എള്ളിങ്ങനെ പൊട്ടി ഇങ്ങനെ വരുമായിരുന്നു. ഇപ്പോൾ പണ്ടത്തെ മാതിരി എള്ളൊന്നും പൊട്ടുന്നില്ല. അതിന് പകരം നമ്മൾ വറുത്തതിന് ശേഷം ഒരല്പം കയ്യിലെടുക്കുക. അതിന് ശേഷം ഇങ്ങനെ കയ്യിലൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ അതാണ്ടോ കളറ്. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. വറുത്ത എള്ള് നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞു. ആ പാനിൽ തന്നെ നമുക്കൊരു 50 മില്ലി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 70 ഗ്രാം എള്ളാണ് ഞാൻ അത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഒരു 60 ഗ്രാം ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്ന് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ശർക്കര നന്നായി തിളച്ച് അലിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ ശർക്കര പാനി ഒന്ന് അരിച്ചെടുക്കാം. വീണ്ടും ഈ പാനിലേക്ക് അരിച്ചെടുത്ത ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല പാകമാകണം കേട്ടോ. അതുവരെ നമുക്ക്, അതായത് അല്പം വെള്ളത്തിലിട്ടാൽ ഉരുണ്ട് വരുന്ന ഒരു പാകമാണ് എള്ളുണ്ടയ്ക്ക് നമ്മൾ എടുക്കേണ്ടത്. ശർക്കര ഏകദേശം നന്നായി കുറുകി കഴിഞ്ഞു. ഇനി അതിൽ നിന്നും ഒരല്പം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അങ്ങനെ കൈകൊണ്ട് ഉരുട്ടി നോക്കണം. വേണ്ട, ഈ ഒരു പാകമാണ് എള്ളുണ്ട തയ്യാറാക്കാൻ. നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം 1 സ്പൂൺ നെയ്യ്, അതേപോലെ 1 സ്പൂൺ നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ വറുത്ത എള്ളിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് ഇളക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് വേണം. നമുക്ക് പാകം എത്ര വേണോ അതനുസരിച്ച് ഒഴിക്കണം. എല്ലാ ശർക്കരപ്പാനിയും നമ്മൾ ഈ എള്ളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. ചെറിയ ചൂടുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. ഇതേപോലെ ഉരുട്ടി എടുക്കണം. ചൂടെല്ലാം പോയി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കൈ പൊള്ളാതെ തന്നെ ഇളക്കി ഉരുട്ടാം. ഇതാറിയാലും നമുക്ക് ഉരുട്ടാം. അതാണ് ഈ ഒരു എള്ളുണ്ടയുടെ സ്പെഷ്യാലിറ്റി. ഇങ്ങനെ ചെയ്യുമ്പം ഇതേപോലെ ഉരുട്ടിയെടുക്കുക. എല്ലാവരും രുചികരമായ ഈ എള്ളുണ്ട തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.